കോഴിക്കോട് വേനൽ കടുത്ത് ഏക്കർ കണക്കിന് കൃഷിയിടം കരിഞ്ഞുണങ്ങിയതോടെ കാർഷിക മേഖല ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 1 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് ഇതിനോടകം കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. വിഷു വിപണി ലക്ഷ്യമിട്ട് കടമെടുത്ത് കൃഷി ഇറക്കിയ കർഷകരും ആകെ ദുരിതത്തിലാണ്. വേനൽ ചൂട് കടുത്തതോടെ നിസ്സഹായരായിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ കർഷകർ. ജില്ലയിൽ ഇതുവരെ 22 ഹെക്ടർ കൃഷിയാണ് വേനൽ ചൂടിൽ നശിച്ചത്. കൃഷിവകുപ്പിന്റെ പ്രാഥമിക കണക്കുകൾ പ്രകാരം 1,94,00,000 രൂപയുടെ ഭീമമായ നഷ്ടവും രേഖപ്പെടുത്തി. ജില്ലയിൽ ഏറ്റവും കൂടുതൽ കർഷകരുള്ള കിഴക്കൻ ഗ്രാമമായ പെരുവയൽ, മാവൂർ, ചാത്തമംഗലം എന്നിവിടങ്ങളിൽ കാണുന്നത് സങ്കടകരമായ കാഴ്ചകളാണ്. വാഴകൃഷി ചെയ്യുന്നവരാണ് ഏറെ പ്രതിസന്ധിയിലായത്. വേനലിന്റെ ചൂടുകൊണ്ട് മുഴുവൻ വാഴയും വീണു പോവുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും ഒരു ദിവസം വരുമ്പോൾ കുറച്ചെണ്ണം വീഴും, പിറ്റേന്ന് വരുമ്പോൾ അതിലും കൂടുതലായിട്ട് വീണു പോവുകയാണ്. ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല. ആദ്യമായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഈ ചൂടുകൊണ്ട് വീണു പോകുന്നത്. എത്രയോ നഷ്ടമാവുന്നത്. 32 ഡിഗ്രിക്ക് മുകളിൽ ചൂടായാൽ വാഴക്കുലകൾ പഴുക്കില്ല. വേണ്ടത്ര വലിപ്പവും നിറവും കിട്ടാതെ ഉണങ്ങിപ്പോകുന്നത് മൂലം കടകളിൽ എടുക്കാത്ത സാഹചര്യവുമുണ്ട്. കഴിഞ്ഞ മാസമുണ്ടായ കാറ്റിൽ നിന്ന് രക്ഷപ്പെട്ട വാഴകൾ ഇപ്പോൾ കഠിനമായ വെയിലിൽ തളർന്ന് ഒടിഞ്ഞു വീഴുന്നു. വിഷുവിന് വിളവെടുക്കേണ്ടിയിരുന്ന കണിവെള്ളരിയും പയറും പാവലുമെല്ലാം പാടത്തു തന്നെ ഉണങ്ങിപ്പോയി. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ചൂടിന്റെ തീവ്രത വർദ്ധിച്ചതാണ് കർഷകർക്ക് തിരിച്ചടിയായത്. വരുമാന മാർഗമെല്ലാം വെയിലിൽ വാടിക്കരിഞ്ഞതോടെ വായ്പയെടുത്ത് കൃഷി ചെയ്ത സാധാരണക്കാരായ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. പമ്പുകളിൽ നിന്ന് ക്യാനുകളിൽ ഡീസലും പെട്രോളും ലഭിക്കാത്തത് മോട്ടോർ പ്രവർത്തിപ്പിച്ചുകൊണ്ടുള്ള ജലസേചനത്തിനും തടസ്സമാകുന്നുണ്ട്. കഠിനമായ ചൂടിന് വിരാമമുണ്ടാകുമെന്നും കാർഷിക മേഖലയിലെ പ്രതിസന്ധി മറികടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ കർഷകനും. ന്യൂസ് മലയാളം, കോഴിക്കോട്.